ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ SCERT ബേസിക് സയൻസിലെ 2, 3, 4 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പാഠം 2 ജീവജലം. തുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് എന്നറിയപ്പെടുന്നത്. സാർവിക ലായകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജലം. എന്താണ് സാർവിക ലായകം? ജലം. ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നാണ് നമ്മൾ പറയുക, അല്ലേ? സൊല്യൂട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലായകം എന്നാണ് വിളിക്കുക, സോൾവെൻറ്റ്. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും സൊല്യൂട്ട് എന്നും, എന്തിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും നമ്മൾ വിളിക്കുന്നു, സൊല്യൂട്ടും സോൾവെൻറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര കലക്കാമെന്ന് വിചാരിക്കുക. പഞ്ചസാരയാണ് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നത്? ലയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലയിക്കുന്ന വസ്തു. അപ്പോൾ അതാണ് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്. എന്തിലാണ് നമ്മൾ ലയിപ്പിക്കുന്നത്? വെള്ളത്തിൽ ആണ് ലയിപ്പിക്കുന്നത്. അപ്പോൾ അത് വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലായകമായിരിക്കും. ഓക്കെ. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. ജലം ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, സോഡ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ? ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ലിറ്റർ. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ എത്ര ഭാഗമാണ് ജലം? 2/3 ഭാഗം ജലമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ 2/3 ഭാഗവും ജലമാണ്. ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാ? 3.5%. ബാക്കി 96.5% സമുദ്രജലമാണ്. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം. ഉദാഹരണം, ജലം നീരാവിയായിട്ട് മാറുന്നത്, അല്ലേ? ബാഷ്പീകരണമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറാം. അപ്പോൾ ബാഷ്പീകരണം എന്താണ്? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഉദാഹരണം ജലം നീരാവിയായിട്ട് മാറുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറാം. അതുപോലെ ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ മുമ്പേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന സാന്ദ്രീകരണം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് സാന്ദ്രീകരണം. ഉദാഹരണം നീരാവി ജലമായിട്ട് മാറുന്നത്. ഓക്കെ. അടുത്തത്, 4ാമത്തേത് നോക്കൂ. കെട്ടിട നിർമ്മാണ സമയത്ത് തൊഴിലാളികൾ വാട്ടർ ലെവൽ നോക്കുന്നത് ജലത്തിൻ്റെ ഏത് പ്രത്യേകത പ്രയോജനപ്പെടുത്തിയാണ്? ജലം വിതാനം പാലിക്കുന്നു എന്ന പ്രത്യേകത പ്രയോജനപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ സമയത്ത് തൊഴിലാളികൾ വാട്ടർ ലെവൽ നോക്കുന്നത്. അപ്പോൾ അത്രയാണ് 2ാമത്തെ പാഠത്തിലുള്ളത്. അടുത്തത് 3ാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താ? മാനത്തെ നിഴൽ കാഴ്ചകൾ. നോക്കാം. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്നാണ്. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. രണ്ടും കൂടി മാറിപ്പോകരുത്. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. അർദ്ധധാര്യ വസ്തുക്കളാണ് പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ. അടുത്തത്, സൂര്യഗ്രഹണം നടക്കുന്നത് നോക്കിയാലോ. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ, അതായത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. എങ്ങനെയാണ് സൂര്യഗ്രഹണം നടക്കുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ, ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതായത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. കോഡ് നോക്കിക്കേ. EMS, എർത്ത്, മൂണ്, സണ്ണ്. ആദ്യം എർത്ത്, നടുവിൽ മൂണ്, പിന്നെ സണ്ണ്. ഓക്കെ. അടുത്തത്, ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്?
ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. സൂര്യഗ്രഹണം എങ്ങനെയായിരുന്നു? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ, അതാണ് EMS, എർത്ത്, മൂൺ, സണ്ണ്. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ, അപ്പോൾ കോഡ് നോക്കൂ, MES, മൂൺ, എർത്ത്, സണ്ണ്. ലൈലോ, ഇത്രയാണ് മൂന്നാമത്തെ പാഠത്തിൽ വരുന്നത്. പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോന്നും നമ്മൾ പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാഠങ്ങളാണ്, അതാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പാഠം വിത്തിനുള്ളിലെ ജീവൻ, നാലാമത്തെ പാഠമാണ് കേട്ടോ. നോക്കാം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്ത്? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം. ബീജാങ്കുരണം മീൻസ് വിത്ത് മുളയ്ക്കുക, അതിനെയാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? റാഡിക്കിളാണ്, അല്ലെങ്കിൽ ബീജമൂലം വളർന്നിട്ടാണ് എന്താവുന്നത്? വേരാവുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ആണ് പിന്നീട് വേരായിട്ട് മാറുന്നത്. അതിനെ പറയുന്ന പേരെന്താ? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. അടുത്തത്, വിത്ത് മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാണ്? ബീജശീർഷം, പ്ലൂമ്യൂൾ അല്ലേ, ബീജശീർഷം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മാറിപ്പോരുത്, ബീജമൂലം, ബീജശീർഷം വളർന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത്? കാണ്ഡമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ബീജമൂലം വളർന്നിട്ട് വേരാവുന്നു, ബീജശീർഷം വളർന്നിട്ട് കാണ്ഡമായിട്ട് മാറുന്നു. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നവരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത് എന്താണ്? ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നവരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത് എന്താണ്? ബീജപത്രമാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രയോഫില്ലത്തിൽ, അതായത് ഇലമുളച്ചി ഉണ്ടല്ലോ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പണ്ടൊക്കെ. അപ്പോൾ ബ്രയോഫില്ലത്തിൽ പുതിയ സസ്യം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ഇലമുളച്ചി അല്ലേ, ഇലയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പിന്നെ 1-2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മല്ലിക എന്തിൽ നിന്നാണ്? വിത്തിൽ നിന്നാണ്. നന്ദ്യാർവട്ടം എന്തിൽ നിന്നാണ്? തണ്ടിൽ നിന്ന്. ചന്ദനം വേര് അല്ലേ. അങ്ങനെ ഓരോന്നിന്നും എന്തുണ്ടാവുന്നുണ്ട്? പുതിയ സസ്യം ഉണ്ടാകുന്നുണ്ട് ഓരോ തരത്തിൽ. അടുത്തത് നോക്കാം. സസ്യങ്ങളുടെ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതിയെ നമ്മൾ എന്താ പറയുക? ലൈംഗിക ഉൽപാദനം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. സസ്യങ്ങളുടെ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതിയാണ് കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം. അടുത്തത്, വിത്ത് വിതരണ രീതി വിവിധ സസ്യങ്ങളിൽ എങ്ങനെയാണ്? കാറ്റ് വഴി അല്ലേ, ഏതൊക്കെയാ? അപ്പൂപ്പന്താടി, മഹാഗണി. ജലം വഴിയുള്ളത് തെങ്ങ്. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപുല്ല്. അടുത്തത്, പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുന്നത് വെണ്ട, കാശിത്തുമ്പ. അടുത്തതായി, വിളകളും ജന്മദേശവും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓരോന്നും ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. തേയില ഏതാ? ചൈനയാണ്. ക്യാബേജ് യൂറോപ്പ്, പപ്പായ മെക്സിക്കോ, ഉരുളക്കിഴങ്ങ് പെറു, കാപ്പി എത്യോപ്യ, കശുമാവ് റബ്ബർ മരച്ചീനി. ഇത് മൂന്നും എവിടെയാണ്? ബ്രസീലിലാണ് ജന്മദേശം. അടുത്തത്, തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത സ്ഥലം ഏതാണ്? ഏതാ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇന്ത്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, അറേബ്യ. അത് LDC 2011 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഏതാണ്? തെക്കേ അമേരിക്കയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ തക്കാളി ലോകത്ത് ആദ്യമായി കൃഷി ചെയ്ത സ്ഥലം എവിടെയാണ്? തെക്കേ അമേരിക്കയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ 2, 3, 4 പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേസിക് സയൻസിലെ 3 പാഠങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നേരത്തെ ഒരു പാഠം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. ഒരുപാട് PSCകളിൽ UPSA, അതുപോലെ HSA,
കേട്ടിട്ട് അങ്ങനെ 10th പ്രിലിംസിൽ വരുന്നതൊക്കെ അങ്ങനെ ഒരുപാട് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ SCERTന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.